നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സുഖാണോ അവന്തികെ? സുഖത്തിനെന്ത് കുറവല്ലേ? ഗർഭിണിയാണെന്ന് പറഞ്ഞ് എല്ലാവരും തലയിൽ കൊണ്ട് നടക്കുമല്ലേ ഇപ്പോ? നീ എന്തിനാണോ വന്നത് ആ ജോലി ചെയ്തിട്ട് പോവാൻ നോക്ക്. അല്ലാതെ കുടുംബവിശേഷം തിരക്കാനൊന്നും നീ നിക്കണ്ട. പിന്നെ എന്നെ പരിശോധിക്കാനാണ് ഈ ഇടിച്ചു കയറിയുള്ള വരവിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. നീയല്ലേ പറഞ്ഞത് ഞാൻ വന്ന് ജോലി ചെയ്തിട്ട് പോവാൻ? എന്റെ ജോലിയാ നിന്നെ പരിശോധിക്കുന്നത്. അത് ചെയ്തിട്ടേ ഞാൻ പോവൂ. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അച്ഛനോട് പറയും. ഞാനും പറഞ്ഞോളാം നീ സമ്മതിക്കുന്നില്ല എന്ന്. എന്താ പറയണോ? അപ്പോ എന്നോട് സഹകരിച്ച നിനക്ക് നല്ലത്. നീയും നിന്റെ കുഞ്ഞും സുരക്ഷിതരായിരിക്കുന്നറിയാൻ നിന്റെ ഭർത്താവടക്കം പുറത്ത് കാവൽ നിൽക്കുക. പരിശോധിച്ചു കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോ കുറച്ചുപേരെങ്കിലും വിഷമിക്കും. പിന്നെ അധികം താമസമില്ലാതെ നിനക്കിറങ്ങാം. അതെ, ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? പരിശോധിക്കാൻ വന്നതാണെങ്കിൽ അതങ്ങ് ചെയ്യും. വലിയ ഡയലോഗ് ഒന്നും വേണ്ട. നിന്നോട് കുറച്ചു നേരമായി ഞാൻ എന്തോ പറയണമെന്ന് കരുതിയിരുന്നല്ലോ. ഓർമ്മ വന്നു. ഇവിടെ ശരിക്കും നിന്റെ ആവശ്യമില്ലാനൊക്കെ ഞാനും അവന്തികയെ മാത്രം മതി. നീ പുറത്തിറങ്ങിപ്പോ. ഞാൻ ഇവിടെ നിൽക്കുന്നു. പോകാൻ പറഞ്ഞ പോകണം. വലിയ ചെക്കപ്പിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോവാം. ആദ്യം അതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് അറിയണമല്ലോ. എന്താ അവന്തികെ, അങ്ങനെയല്ലേ? ആ മോളെ, അവന്തിക്കും കുഞ്ഞിനും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? എന്താ മോളെ, എന്തേലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല അച്ഛാ. അവന്തികയും കുഞ്ഞും സുഖായിരിക്കുന്നു. ഈശ്വര, ഡോക്ടർ, ഇപ്പൊ ഡോക്ടർ അവിടെ പറഞ്ഞത് സത്യാണോ? അതോ അവിടെ വെച്ച് എടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ? എന്നിട്ട് അങ്ങനെ പറയിച്ചതാണോ? എന്താ സന്ധ്യേ, എന്താ ഉണ്ടായത്? അവന്തിക ഗർഭിണിയാണെന്നുള്ളത് സത്യം തന്നെയാണോ? അതെ. എന്നെ ഒന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. അവന്തിക ശരിക്കും ഗർഭിണി തന്നെയാ.
മനസ്സിലായോ അവന്തിക ഗർഭിണിയാണെന്നും വെറുതെ പറഞ്ഞതല്ലെന്നും? ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത കേട്ടിട്ടും നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നെ? ഞാനെന്തോ നാടകം കളിക്കുവാണെന്നും ഇപ്പൊ ശരിയാക്കി തരാന്ന് വലിയ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞ് എന്റെ മുറിയിലേക്ക് കയറി വന്ന ആളാ സന്ധ്യ. പ്രഗ്നൻസി കാർഡിലെ 2 റെഡ് ലൈൻ കണ്ട് അവളൊന്ന് അന്താളിച്ചു, പിന്നെ തകരുകയും ചെയ്തു. ആ അത്യപൂർവ കാഴ്ച നേരിട്ട് കണ്ടിട്ടാ ഞാൻ ഈ നിൽക്കുന്നെ. സന്ധ്യയുടെ മുഖത്ത് ഞാൻ കണ്ടതിന്റെ 3 ഇരട്ടി തകർച്ച ഇപ്പൊ ഈ 2 മുഖത്തും കാണുന്നുണ്ട്. ഇങ്ങനെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ നായ്ക്കോലം കെട്ടിയതും നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്തൊക്കെ കുരച്ചതും. ഞാൻ ഗർഭിണിയല്ലാന്ന് പറഞ്ഞിടത്തൊക്കെ വെറുതെ ഞെട്ടി നിങ്ങളുടെ അനാവശ്യ സംശയത്തെ ഊട്ടിയുറപ്പിച്ച് തന്നത് തന്നെയാ. അതെന്തിനാന്നറിയോ? ഇതുപോലെ സ്വപ്ന പരകോടിയിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാ. 10 മാസമാവുമ്പോ അവന്തിക പ്രസവിക്കും. ഞാൻ അതിനെ വളർത്തും. എന്റെ ഉള്ളിലെ പക കുഞ്ഞിന് പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ അതിനെ വളർത്തും. പൊക്കിൾക്കൊടി ബന്ധം പോലെ ആവില്ലല്ലോ മറ്റൊന്നും. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് വെല്ലുവിളിക്കാൻ നിൽക്കരുതെന്ന്. നീ എന്ത് കരുതി? എന്നെയും തോൽപ്പിച്ച് നിനക്ക് ആയുഷ്കാലം ഈ വീട്ടിലെ ആരാധ്യ സ്ത്രീയായി വാഴാന്നോ? നിന്റെ ആ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അർച്ചനെ. നെല്ലിശ്ശേരി സേതുമാധവന്റെ മകന്റെ കുഞ്ഞിനെ പ്രസവിച്ച് നെല്ലിശ്ശേരിയുടെ പരമപദത്തിലേക്ക് അവന്തിക നടന്നു കയറുമ്പോ നീ ഉണ്ടാവണം അവന്തികയുടെ ആശ്രിത വത്സയായിട്ട്, എന്റെ കാൽച്ചുവട്ടിൽ എന്നെ അനുസരിച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.